നമസ്കാരം. അന്നൂസ് കിച്ചൺ സ്റ്റോറീസ് എന്ന പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നറിയോ? നമ്മൾ ഇന്നൊരു അടിപൊളി റെസിപ്പിയാണ് ആക്കാൻ പോകുന്നത്. എന്താന്ന് ഞാൻ പറയുന്നില്ല, നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതെന്താ സാധനം നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? അതെ, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചിക്കൻ സ്റ്റൂ തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എങ്ങനെയാണ് ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ ആണ്. നമുക്കൊക്കെ ഇഷ്ടമുള്ള വെള്ളയപ്പത്തിൻ്റെ കൂടിയും നെയ്ച്ചോറിൻ്റെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റുന്ന നമ്മളെ ഫേവറേറ്റ് ചിക്കൻ സ്റ്റൂ റെസിപ്പി. അപ്പോൾ നമ്മൾ ചിക്കൻ സ്റ്റൂ വെക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ ഉരുളക്കിഴങ്ങാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതും ഞാൻ കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഈ ഉരുളക്കിഴങ്ങ് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഈ കുക്കറിൻ്റെ മൂടി ഇട്ട് കൊടുക്കാം. കുക്കറിൻ്റെ മൂടി ഇട്ടതിന് ശേഷം അറിയാലോ, നമ്മളെ വിസിൽ ആഡ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പം നമുക്ക് വിസിൽ വിട്ടിട്ട് ഇനി ഗ്യാസ് ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം നമുക്ക് കുക്കർ ഗ്യാസിൻ്റെ മേലെ വെക്കാം. അതും 3 വിസിലിൻ്റെ അളവിലായിരിക്കണം നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കേണ്ടത്. അപ്പം നമുക്കൊരു 3 വിസിൽ വരുന്ന, അതായത് 3 വിസിൽ വരാൻ വെയിറ്റ് ചെയ്യാം. അപ്പം ഇതേ സമയത്ത് നമുക്ക് അടുത്ത സ്റ്റൗവും കൂടി ഓൺ ചെയ്യാം. ഓൺ ചെയ്തിട്ട് നമുക്ക് ഗ്യാസ് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം, അതായത് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം അതിൻ്റെ മേലേക്ക് ഒരു കടായി വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് കടായി എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഫസ്റ്റ് വിസിലൂടെ അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡും തേർഡും കൂടി വെയിറ്റ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ കുക്കറിൻ്റെ സെക്കൻഡ് വിസിലും കൂടി വന്നു. ഇതേ സമയത്ത് നമ്മളെ കടായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ സ്റ്റൂ ഉണ്ടാക്കാൻ പ്രത്യേകമായി വേണ്ടത് കോക്കനട്ട് ഓയിലാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ടും കോക്കനട്ട് ഓയിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ 1.5 ടേബിൾ സ്പൂണിൻ്റെ അളവിലാണ് കോക്കനട്ട് ഓയിൽ എടുക്കുന്നത്. അപ്പം ഓയിൽ ഒന്ന് ചൂടായി വരട്ടെ. അത് നമ്മൾ തേർഡ് വിസിലും ഇതേ സമയത്ത് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ആ മൂടി ഓപ്പൺ ചെയ്യാൻ വെയിറ്റ് ചെയ്യാം. അത് നമ്മൾ സെയിം ടൈം നമ്മൾ ഓയിലും ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് സ്പൈസസ് ആണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സ്പൈസസ് എന്തൊക്കെയാണെന്ന് മനസ്സിലായോ? അതെ, ബേ ലീഫ്, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, അതൊക്കെയാണ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ സ്റ്റാറും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്റ്റാർ മുഴുവനായിട്ട് തന്നെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ സ്പൈസസ് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒനിയനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് നമ്മൾ ഉള്ളിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 3 മീഡിയം സൈസ് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് നേർങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഉള്ളി ആഡ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഗോൾഡനിഷ് ബ്രൗൺ ഒന്നും ആകുന്നവരെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒന്ന് നന്നായി വഴറ്റിയെടുത്താൽ മതി. അപ്പം നമുക്കൊന്ന് വഴറ്റിയെടുക്കാൻ പറ്റുന്നു. അപ്പം നമ്മൾ ഉള്ളി നന്നായിട്ട് ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ക്യാരറ്റും, അതിൻ്റോടൊപ്പം തന്നെ ഞാൻ കുറച്ച് ബീൻസ്, ഒരു 4-5 ബീൻസും എടുത്തിട്ടുള്ളൂ കേട്ടോ. അതും ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് നേർങ്ങനെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് 3 ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2 to 3 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 4 മിനിറ്റ്സ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതായത് ഒന്ന് വഴറ്റിയെടുക്കുക. ക്യാരറ്റിൻ്റെ എണ്ണം പറയാൻ മറന്നുപോയി കേട്ടോ. ഞാൻ 2 ക്യാരറ്റേ എടുത്തിട്ടുള്ളൂ. അത് നീളത്തിൽ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം നന്നായിട്ട് നമുക്കിത് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്തതിന് ശേഷം ഞാനിവിടെ ചിക്കനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1/2 kg അളവിൽ ചിക്കൻ എടുത്തിട്ടുണ്ട്. കറി കട്ടായി, അതായത് കറി കട്ട് പീസസ് ആയിട്ടാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളകുമാണ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനനുസരിച്ചിട്ടുള്ള കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ കുറവ് മതിയെങ്കിൽ കുറവ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ വളരെ കുറവേ ആഡ് ചെയ്തിട്ടുള്ളൂ. ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഈ ഒരു ടൈം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണണേ. അപ്പോഴേ നിങ്ങൾക്ക് നമ്മളെ വീഡിയോസ് അപ്ഡേറ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ.
അപ്പം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് 10 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പം 10 മിനിറ്റ്സ് തന്നെ നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം മീഡിയം ഫ്ലെയിമിൽ. അപ്പം നമ്മൾ ചിക്കനൊക്കെ ഒന്ന് കളറൊക്കെ മാറി അതിൻ്റെ അകത്തുനിന്നുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് സെറ്റായിട്ടുണ്ടാകും. അപ്പം ആ ടൈം നമുക്കൊന്ന് ഉള്ളി വാട്ടിയെടുക്കാം. ഞാനിവിടെ നെയ്യിലാണ് ഉള്ളി വാട്ടിയെടുക്കുന്നത്. ഉള്ളി ഒരു ബ്രൗൺ ആകുന്ന ആ ഒരു കളർ വരെയാണ് നമുക്ക് വേണ്ടത്. കാരണം ലാസ്റ്റിലേക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഉള്ളി വാട്ടി എടുക്കുന്നത്. അപ്പം അതേസമയം നമ്മൾ ആ ഗ്രേവി ഇവിടെ റെഡി ആകുന്നുണ്ട്. മൂടി ഓപ്പൺ ചെയ്യാണ്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ഉള്ളത്. അപ്പം നമുക്ക് ഉള്ളി വാട്ടിയെടുത്തിട്ട് നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റിൽ പറയാനും മറന്നു പോകരുത്. എന്തായാലും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കും വേണം കേട്ടോ. അപ്പം നമ്മൾ ഉള്ളി ഞാൻ മാറ്റിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് അവിടെ നിൽക്കട്ടെ. അപ്പം നമ്മൾ കടായിൻ്റെ ലിഡ് ഇനി ഞാൻ ഓപ്പൺ ചെയ്തില്ല, കാരണം 10 മിനിറ്റ്സ് ആയില്ല. അപ്പോൾ ഇപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ഉള്ളത്. ഈ ടൈമിൽ നമുക്ക് പൊട്ടറ്റോ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. അപ്പോൾ എന്താ പൊട്ടറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മെല്ലനെ നമ്മളെ കടായിൻ്റെ ലിഡ് ഓപ്പൺ ചെയ്ത് കൊടുക്കാം, കാരണം ഏകദേശം 10 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്തിട്ട് ഒരു സ്പാച്ചുല വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ചിക്കൻ്റെ ഗ്രേവി ഒക്കെ ഇറങ്ങിയിട്ട്, അതായത് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ചിക്കൻ ഒരു വൈറ്റ് കളറിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ടൈം വേകാൻ ചാൻസസ് കുറവാണ് കേട്ടോ ചിക്കൻ. അപ്പോൾ ജസ്റ്റ് ആ കളർ ചേഞ്ച് ചെയ്തിട്ട് വെള്ളം മാത്രമേ വന്നിനുള്ളൂ. അപ്പം നമുക്ക് നമ്മളെ സ്പാച്ചുല കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളെ പൊട്ടറ്റോ ആണ് ആഡ് ചെയ്ത് കൊടുക്കാൻ നിൽക്കുന്നത്. അതായത് നമ്മൾ വേവിച്ച് വെച്ച് നമ്മൾ ഉരുളക്കിഴങ്ങ് ഈ ചിക്കനിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആഡ് ചെയ്തതിന് ശേഷം നമുക്കൊരു സ്പാച്ചുല വെച്ചിട്ട് ഈ പൊട്ടറ്റോസ് എല്ലാം ഒന്ന് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കണം. അതായത് നന്നായിട്ട് ഉടച്ചെടുക്കുക വേണ്ടുന്നത്. അതായത് ഗ്രേവി ആയിട്ട് മിക്സ് ചെയ്ത് നിൽക്കുന്ന പോലെ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പം നമ്മൾ ഉരുളക്കിഴങ്ങ് മാത്രം ഒന്ന് ഉടച്ചെടുത്താൽ മതി കേട്ടോ. ക്യാരറ്റ് ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോഴേ നമുക്ക് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടുള്ളൂ. ഇതെൻ്റെ ഒരു സീക്രട്ടും കൂടിയാണ് കേട്ടോ. അപ്പം നന്നായിട്ട് പൊട്ടറ്റോസ് ഉടച്ചെടുത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഉടച്ചെടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ടൈം പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷെ ഞാൻ ആഡ് ചെയ്യുന്നില്ല, കാരണം എനിക്ക് അത്ര സ്പൈസി വേണ്ട. ഇനി ഈ മിക്സ് ചെയ്തതിന് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ തേങ്ങാപ്പാലിൻ്റെ 2ാം പാലാണ്. 1ാം പാലല്ല, 2ാം പാലാണ്. ഞാൻ ഈ ഗ്രേവി ഇനി ആക്കിയെടുക്കാൻ പോകുന്നത് നമ്മൾ 2ാം പാലിലാണ്. ഞാൻ ഇതിനകത്ത് വെള്ളം ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ 2ാം പാൽ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ കുരുമുളക് തന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റും കുരുമുളകിൻ്റെ സീഡ് തന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അതിനോടൊപ്പം കുറച്ച് എന്താ പറയുക പൊടിയും കൂടി, അതായത് ചതച്ചിട്ട് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ്സ് കൂടി ഒന്ന് ചൂടാക്കി എടുക്കണം. കാരണം നമ്മൾ ചിക്കൻ വേകുന്ന വരെ ചൂടാക്കി എടുക്കുക ചെയ്യുന്നത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അത് മീഡിയം ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലും മാറ്റി മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മൾ ചൂടാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും അത്. അപ്പം ഇപ്പം ഏകദേശം 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി മെല്ലനെ തുറന്നതിന് ശേഷം നമുക്ക് ഒരു സ്പാച്ചുല വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നമ്മളെ ചിക്കൻ എല്ലാം വെന്തിട്ടുണ്ടോയെന്ന്. അപ്പോൾ ചിക്കൻ എല്ലാം വെന്തെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ മല്ലിച്ചപ്പ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു കൈപ്പിടീൻ്റെ അളവിൽ മല്ലിച്ചപ്പ് കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക. പക്ഷേ ഇത് ആഡ് ചെയ്യുമ്പോൾ ഉള്ളൊരു ഫ്ലേവർ വേറെ തന്നെയാണ് ടേസ്റ്റ്. അപ്പോൾ ഇത് നിങ്ങൾ ആഡ് ചെയ്താൽ അത്രയും നല്ലതായിരിക്കും. ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഞാൻ ഇതിനകത്തേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അതായത് നമ്മൾ 1ാം പാല് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. നമുക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് പതിപ്പിച്ചെടുക്കാനൊന്നും പാടില്ല, ജസ്റ്റ് ചൂടാക്കാനേ പാടുള്ളൂ. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഫ്ലെയിം വെച്ചാൽ മതി, ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റേണ്ട ആവശ്യമില്ല. ഇപ്പം തന്നെ
ഇത് പതച്ച് വരും. അതുകൊണ്ട് കയ്യിൽ നിന്നും കുറച്ച് സമയം മാത്രമേ ചൂടാക്കാൻ പാടുള്ളൂ. ഈ ഒരു ടൈമാണ് നമ്മൾ ഇതിനകത്തേക്ക് കരിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഈ ഇത്രയും നേരം ആഡ് ചെയ്തിട്ടുണ്ടായിട്ടില്ല, നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു ടൈം കരിവേപ്പില ആഡ് ചെയ്യണം. ഞാനിവിടെ 2 തണ്ടിലധികം കരിവേപ്പില എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. കഴിയുന്നതും അറ്റ്ലീസ്റ്റ് 2 തണ്ടെങ്കിലും കരിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കണം. കരിവേപ്പില ആഡ് ചെയ്തിട്ട് ഞാനിവിടെ ഓയിലാണ് ഇനി ഇതിൻ്റെ മേലെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പ്രധാനമായിട്ടും 1.5 ടേബിൾ സ്പൂണെങ്കിലും കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ആഡ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതൊന്ന് മൂടി വെച്ചിട്ട് 2 മിനിറ്റ് ഫുൾ ഫ്ലെയിമിലൊന്ന് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് ഫുൾ ഫ്ലെയിമിൽ ചൂടാക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ 2 മിനിറ്റ് അതിനേരം ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്ക് മെല്ലനെ മൂടി ഓപ്പൺ ചെയ്യുക, അതായത് നമ്മൾ ലിഡ് മാറ്റി കൊടുക്കാം. മാറ്റി കൊടുത്തതിന് ശേഷം ഒരു സ്പാച്ചുല വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ അടിപൊളി ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ വാട്ടി വെച്ച ഉള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ട നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. നമുക്കിത് നല്ല വെള്ളയപ്പത്തിൻ്റെ കൂടിയും അല്ലെങ്കിൽ നമ്മളെ നെയ്ച്ചോറിൻ്റെ കൂടിയും കഴിക്കാവുന്നതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമന്റിൽ പറയാനും മറന്നു പോകരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണാൻ മറന്നു പോകരുത്. അപ്പൊ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണുന്നവരെ